അപ്പോൾ നമ്മൾ വീട്ടിനകത്തോട് കയറാൻ പറ്റുന്നില്ല. വീട് അവർ വിറ്റിട്ട് ആള് കസ്റ്റഡി വെച്ചിരിക്കുകയാണ്. നമ്മൾ പോലീസിനെ ബന്ധപ്പെട്ട് കൃത്യമായ പോലീസ് ഇടപെടൽ നടത്തി അവർ വന്നു. നമ്മൾ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തു, കൃത്യമായി കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തു. പോലീസ് നിങ്ങൾ കണ്ടല്ലോ, എഫ്ഐആർ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. എവിഡൻസും കൊടുത്തു, കൃത്യമായി മൊഴിയും കൊടുത്തു. കൃത്യമായ സെക്ഷൻ വന്നിട്ടുണ്ട്, 294B വന്നിട്ടുണ്ട്. നമ്മൾ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങളാണ് ചീത്ത വിളിച്ചത്. അത് 294B ഇട്ടുണ്ട്, 323 ഇട്ടുണ്ട് ദേഹോദ്രവിപ്പിച്ചതിന്. അത് കഠിനമായി പറഞ്ഞാൽ കൊല്ലണം ഉദ്ദേശത്തോടെ ചെയ്യണം 324 ഇട്ടിട്ടുണ്ട്. കൊല്ലാൻ ശ്രമിച്ചതിന് 308 ഇട്ടിട്ടുണ്ട്. പിന്നെ പിന്നെന്തുവാ? അതേപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആക്ട് 24 എല്ലായിടത്തും എടുത്ത് ഉപയോഗിക്കുന്നില്ല, ഇട്ടിട്ടുണ്ട്. 506 ഇട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതലൊക്കെ പിന്നെന്തോ വേണം? പോലീസ് കൃത്യമായ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അവർക്ക് റിമാൻഡ് റിപ്പോർട്ട് എഴുതാണ്ട് ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അത് അടുത്ത ജുഡീഷ്യൽ അതിന്റെ സിസ്റ്റം അവർ കൃത്യമായി ചെയ്തോളും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഇപ്പൊ സംസാരിച്ചപ്പോൾ അവരുടെ സംസാരിക്കുക വേറൊന്നും കൊണ്ടല്ല, നമ്മളെ സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുക. അവർ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്നപ്പോഴാണ് അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരിക്കുമ്പോഴാണ്. ഇതേപോലെ സ്ത്രീകളെ